നാളെ CPM-ന്റെ പാർട്ടി സമ്മേളനം ആരംഭിക്കുകയാണ്. അതിൻ്റെ അവലോകന റിപ്പോർട്ടിലാണ് ചില ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഈ ബംഗാൾ, ത്രിപുര, കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ BJPക്ക് വളർച്ച ഉണ്ടാക്കി കൊടുത്തത് CPM-ന്റെ കഴിവുകേടാണെന്ന് അവർ സ്വയം വിമർശിക്കുകയാണ്. അല്ല, അവർക്ക് ഇപ്പം കാര്യങ്ങൾ മനസ്സിലായല്ലോ. കഴിഞ്ഞ തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ കാര്യം നമുക്ക് നോക്കാം. രണ്ടിടത്തും എല്ലാ ഓഫീസും പൂട്ടിയിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൽ വോട്ട് ചോർച്ച ഉണ്ടായി എന്നുള്ളത് അവരുടെ വിലയിരുത്തലിൽ കൃത്യമായി അവർ പറഞ്ഞല്ലോ. ആലപ്പുഴ ആയാലും അതുപോലെ മറ്റിടങ്ങളിലും ഇത്ര ശതമാനം. അവരെന്തായാലും പൊതുവിടത്തിൽ വരുമ്പോൾ സമ്മതിക്കില്ല. പക്ഷെ എന്തായാലും ഈ അവലോകന റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കാരണം ഇപ്പോഴും പറയും ഇത് ഇടതുപക്ഷത്തിന്റെ കേരളമാണ്. ദേശീയ തലത്തിൽ ഇവർക്ക് എത്ര പെർസെൻറ്റേജ് ഉണ്ടോ, 1 എത്രയോ ശതമാനം വോട്ടേ ഉള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ കേരളത്തിലൊരു ഒരു പിടികിട്ടി ഇങ്ങനെ അല്പം നിൽക്കുന്നു, ഒരു പച്ചത്തുരുത്തായിട്ട് അങ്ങനെ നിൽക്കുന്നു. അതിൽ മാത്രമാണ് ആശ്വാസം കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്നിട്ട് അതും ഇവിടെയും കാലിടറി തുടങ്ങി എന്നുള്ളത് മനസ്സിലായി. പാർട്ടിയിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളും അഭിമുഖീകരിക്കുന്നുണ്ട്. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഇത് BJP കേരളത്തിൽ കൂടുതൽ സ്പേസ് ഉണ്ടാക്കുന്നു എന്നുള്ളത് ഇവർ അംഗീകരിക്കുന്ന കാര്യമാണ്. അത് കോൺഗ്രസിനകത്ത് തകർച്ചയും സംഭവിക്കുന്നു. അപ്പോൾ ഒരുപക്ഷെ ഇവർ തുറന്ന് പറഞ്ഞിട്ടുണ്ട്, CPM-ന്റെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും BJPയുടെ വോട്ട് ഉയരുകയാണ്. അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ധർമ്മടത്തൊക്കെ ഉണ്ടായില്ലേ, മുഖ്യമന്ത്രിയുടെ സ്വന്തം ബൂത്തിൽ പോലും. അതെ, അതൊക്കെ ഞെട്ടിപ്പിക്കുന്ന കാര്യമല്ലേ. ഇനിയിപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കാര്യങ്ങളൊന്നും ഇവിടെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം താഴെത്തട്ടിൽ ഇവരുടെ BJPയുടെ പ്രവർത്തനം വളരെ ശക്തമാണ്. അത് ഇവർക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കി തീർക്കും. എനിക്ക് തോന്നുന്നു 26-ന്റെ ഒരു സൂചന നമുക്ക് ഇവിടുന്ന് തന്നെ എടുക്കാൻ പറ്റും. പല പഞ്ചായത്തുകളുടെയും ഭരണം ഇവരുടെ കൈകളിലേക്ക് പോകും. താഴെത്തട്ടിലുള്ള പ്രവർത്തനം ശക്തമാകുമ്പോൾ, പ്രത്യേകിച്ച് ഇവർക്കൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ട്. ഇപ്പോൾ ഓരോ ജില്ലകളെ അവർ തിരിച്ചു 3 പ്രസിഡന്റുമാരാക്കി മാറ്റി. മൊത്തം ജില്ലകൾ കേരളത്തിൽ അവർ 30 എടുത്തുകൊണ്ടാണ് പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. അതുപോലെ കേന്ദ്ര പദ്ധതികൾ ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിച്ചു കൊടുക്കണം. പ്രധാനമന്ത്രിയുടെ പല പദ്ധതികളും ഉണ്ടല്ലോ, സാധാരണ ജനങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തത്. അത് എത്തിച്ചു കൊടുക്കണം. അതിൻ്റെ ഗുണഭോക്താക്കളാക്കി മാറ്റണം അവര്. എങ്കിൽ മാത്രമേ ഇത് വോട്ടാക്കി മാറ്റാൻ കഴിയുള്ളൂ. CPM-ന് അങ്ങനെ ചില കഴിവുണ്ട്. കേന്ദ്രത്തിൻ്റെ ഇവരുടെ പദ്ധതികൾ എടുത്ത് ഇവരുടെ ക്രെഡിറ്റ് ആക്കി മാറ്റുന്നുണ്ട്. കോവിഡ് കാലത്ത് കൃത്യമായി നമ്മൾ കണ്ടതാണത്. അതിൻ്റെ ഗുണം അവർക്കുണ്ടായി. ഇവർക്കത് വേണ്ട തരത്തിൽ പിടിച്ചെടുക്കാനായിട്ട് കഴിയാതെ പോകുന്നു എന്നുള്ളതാണ്. പക്ഷേ ഒരു ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ അലയടിക്കുമ്പോൾ അത് മുഴുവൻ BJP. അതോടൊപ്പം തന്നെ ഈ ബംഗാളിലും ത്രിപുരയിലും സംഭവിച്ചത് തന്നെ കേരളത്തിൽ സംഭവിക്കുമെന്ന് CPM ഭയപ്പെടുന്നുണ്ട്. കാരണം ബംഗാളിലും ത്രിപുരയിലും ഉണ്ടായതെന്ന് പറഞ്ഞാൽ ഒരിക്കലും ആരെയും ഞെട്ടിപ്പിച്ച ഒരു കാര്യമല്ലേ. CPM-ന്റെ ശത്രുക്കൾ പോലും ഞെട്ടിയിട്ടുള്ള കാര്യം തന്നെ ആയിട്ടുള്ളതാണ്. ഇപ്പോൾ അവിടുത്തെ CPM-ന്റെ ലോക്കൽ കമ്മിറ്റി ഓഫീസുകൾ പോലും ഇല്ലല്ലോ. അതൊക്കെ തൃണമൂലിൻ്റെ കൈകളിൽ ഇരിക്കുകയാണ്. അവിടെ തൃണമൂല് ആയിട്ടാണല്ലോ BJPയുടെ ശക്തമായ മത്സരം നടക്കുന്നത്. അല്ലാതെ CPM-ആയിട്ടൊന്നും അല്ല. തൃണമൂല് അവിടെ തന്നെ അങ്ങ് പ്രാദേശികമായിട്ട് അവിടെ അങ്ങ് ഒതുങ്ങുകയാണ്. മറ്റ് പലയിടങ്ങളിൽ അവർ ചെറിയ രീതിയിലൊന്ന് മത്സരിക്കാനൊക്കെ തയ്യാറെടുത്തു. ഇനി കേരളത്തിൽ നിലമ്പൂർ ഒരു വിജയം ഉണ്ടാകുകയാണെങ്കിൽ തൃണമൂലിൻ്റെ എന്ന് പറഞ്ഞ് ഒന്ന് സന്തോഷിക്കാനായിട്ട് കാത്തിരിക്കുകയാണ് PV അൻവർ. അത് PV അൻവറിന് അതിൻ്റെതായ ചില നേട്ടങ്ങളും ഉണ്ടാകും, അത് വേറെ കാര്യം. അപ്പോൾ എന്തായാലും പിന്നെ ഈ ക്രൈസ്തവരുടെ ഒരു BJPയോടുള്ള ഒരടുപ്പം അതും ഉണ്ടാക്കി. കോൺഗ്രസിൽ നിന്ന് അകലാൻ തുടങ്ങി ക്രൈസ്തവർ. അപ്പോൾ BJP ഇവരിങ്ങനെ വിമർശനം ഉന്നയിക്കുമ്പോഴും ഈ BJPയുടെ വളർച്ചയ്ക്ക് എന്തുകൊണ്ടായിരിക്കും ഈ CPM-ന്റെ ചില കാര്യങ്ങൾ ഗുണപ്പെട്ടിരിക്കും? അത് ഏതായിരിക്കും? ഈ ന്യൂനപക്ഷ പ്രീണനമായിരിക്കും അതോ ഭരണവിരുദ്ധ വികാരമായിരിക്കും? രണ്ട് കാര്യങ്ങൾ ഒരേപോലെ നിൽക്കുന്നുണ്ട്. ഭരണവിരുദ്ധ വികാരമുണ്ട്. പക്ഷേ ഈ ഭരണവിരുദ്ധ വികാരം മുഴുവൻ കോൺഗ്രസിലേക്ക് പോകുന്നില്ല. എന്തുകൊണ്ട് പോകുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കേരളത്തിൽ നിരവധി പ്രശ്നങ്ങൾ ഈ ഭരണത്തിനെതിരെ ഉണ്ടായിട്ട് പ്രതിപക്ഷം ഇത് വേണ്ട തരത്തിൽ ഇങ്ങോട്ടേക്ക് ഇവരുടെ നേരെ അടിക്കുന്നില്ല. അതുകൊണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു കഴിവുകെട്ട പ്രതിപക്ഷമായിട്ട് ജനങ്ങൾക്ക് മനസ്സിലായി.
പിന്നെ ഈ കോൺഗ്രസ് തന്നെ കേരളത്തിലെ മുസ്ലിം സമുദായത്തെ അങ്ങേയറ്റം പ്രീണിപ്പിച്ച് നിർത്തുകയാണ് ചെയ്യുന്നത്. അതായത് മുസ്ലിം ലീഗിന് കോൺഗ്രസിൽ വലിയ ആധിപത്യം ഉണ്ടാക്കുന്നു. ഇത് ക്രൈസ്തവര് ഈ കോൺഗ്രസിൽ നിന്ന് അകറ്റിക്കൊണ്ടു പോവുകയാണ് ചെയ്യുന്നത്. അകറ്റിക്കൊണ്ടു പോകുമ്പോൾ BJP ഇത് തക്കം പാർത്തിരുന്നു കൊണ്ട് അവരെ കൂടുതലായി BJPയിലേക്ക് അടുപ്പിക്കുകയാണ്. ഇപ്പോൾ പല ഈ ക്രൈസ്തവരിലുള്ള മുതിർന്ന ചിലവരെ നേതാക്കന്മാരെയൊക്കെ മുൻനിരയിലേക്ക് കൊണ്ടുവന്ന് PC ജോർജ് ആയാലും അനിൽ ആന്റണി ആയാലും ജേക്കബ് തോമസോ ഇങ്ങനെയുള്ളവരെയൊക്കെ മുമ്പിലേക്ക് കൊണ്ടുവന്നിട്ട് ബാക്കി അവരുടെ മതത്തിലുള്ളവരെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരികയും അത് വോട്ടാക്കി മാറ്റാനുള്ള ശ്രമവുമാണ് നടക്കുന്നത്. അത് വളരെ തന്ത്രപൂർവമായിട്ടാണ് കൊണ്ടുപോകുന്നത്. പക്ഷേ ഈ ക്രൈസ്തവരുടെ വോട്ട് മുഴുവൻ പിടിച്ചു നിർത്താനായിട്ട് LDF ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് നടക്കുന്നില്ല എന്നുള്ളതാണ്. വരുമ്പോഴാണ് ഇനിയിപ്പോൾ LDFിലുള്ള ഘടകകക്ഷികൾ പോലും പ്രത്യേകിച്ച് കേരള കോൺഗ്രസും ഒക്കെ അടർന്നു പോരാനുള്ള സാധ്യതയും കൂടുതലാണ്. ഇത് പിന്നെ പാർട്ടി വിലയിരുത്താൻ പോകുന്ന കാര്യമാണ്. പാർട്ടി ഇനി വിലയിരുത്തിയിട്ടൊന്നും ഒരു കാര്യമില്ല. എന്തെല്ലാം പ്രതിസന്ധി ഉണ്ടെങ്കിലും ഒരു തവണ കൂടി അധികാരത്തിൽ വരാനുള്ള സാധ്യതയുണ്ട്. കാരണം BJP പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് കയറി അധികാരത്തിന് ആവശ്യമായ സീറ്റുകളൊന്നും അടുത്ത തവണ പിടിക്കില്ല. നമുക്കറിയാം ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സ്ഥിതിക്ക് അതിൽ നിന്നൊരു 10ഓ 15ഓ സീറ്റ് പിടിക്കാം, ചിലപ്പോൾ അതിനും താഴെയിലേക്ക് പോകാം. പക്ഷെ വോട്ട് വിഹിത വർധനവുണ്ടാകും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ കോൺഗ്രസിന് വലിയ തിരിച്ചടി കേരളത്തിൽ സംഭവിക്കുമെന്നുള്ളതാണ്. കോൺഗ്രസിന് തിരിച്ചടി സംഭവിച്ചു കഴിഞ്ഞാൽ ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ 2026 സംഭവിച്ചാൽ ഇവിടെ കോൺഗ്രസ് കുഴി വെട്ടി മൂടി എന്ന് തന്നെ കരുതിക്കൊണ്ടാൽ മതി. അപ്പോൾ എന്ത് സംഭവിക്കും? അതിലുള്ള ഘടകകക്ഷികളൊക്കെ എങ്ങോട്ടേക്ക് പോകും? അവരെ മുഴുവൻ ഈ BJPയിലേക്ക് അടുപ്പിക്കാനായിട്ട് സാധിക്കും. അതുപോലെ LDFും പിന്നീട് തകർച്ചയിലേക്ക് പോകും. അതും ഘടകകക്ഷികളെയൊക്കെ ഇങ്ങോട്ടേക്ക് ചേർത്ത് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ്. അത് നാം കണ്ടതാണല്ലോ. അധികാരത്തിലൂടെ നശിക്കുന്ന പാർട്ടി അത് CPM അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളായിരിക്കും. തീർച്ചയായിട്ടും ഏത് പാർട്ടി അങ്ങനെ ഒരു പ്രസ്ഥാനം നശിക്കുന്നതിനായിട്ട് ഒരു അന്തകൻ അവിടെ ഉണ്ടാകണം. അത് ആ അന്തകൻ CPMൽ ഉണ്ട്. ആ ആളിലൂടെ ആയിരിക്കും അത് സംഭവിക്കാൻ പോകുന്നതെന്നുള്ളതാണ്. ഒരു കുലം നശിക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു ഒരു അന്തകൻ ഉണ്ടാകണം. ആ അന്തകൻ CPMനകത്തുണ്ടെന്നുള്ളതാണ്. അപ്പം പിന്നെ കോൺഗ്രസും ഈ കേരളത്തിനകത്തും ഇല്ലാതാകാൻ പോകുന്നുള്ളതാണ്. കോൺഗ്രസിന് നാശം സംഭവിക്കും, തകർച്ച ഉണ്ടാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ടുകൂടിയാണ് ഈ പിന്നെ പ്രിയങ്ക ഗാന്ധി എവിടെ വന്നത്, ഈ പാണക്കാട്ട് വന്നിട്ടുള്ളത്. കാരണം ഭാവി കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ചർച്ച ചെയ്ത് പോകുന്നതിന് വേണ്ടിയാണ്. അപ്പം എന്തായാലും ഇവര് BJPക്കും RSSനും കേരളത്തിൽ വളർച്ചയുണ്ടായി. അതിൻ്റെ ഒരു ഉത്തരവാദികൾ CPM തന്നെയാണ് എന്നുള്ളതുമാണ് അവർ തന്നെ പറഞ്ഞിരിക്കുന്നതാണ്. അല്ലാതെ നമുക്കിനി ഒരു നിഗമനത്തിലല്ലാതെ എത്തേണ്ട കാര്യമില്ല. എത്തി എന്നുള്ളത് അവർ സമ്മതിച്ചിരിക്കുകയും ചെയ്യും.